ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം കടക്കേണ്ടതുണ്ട്. കിഫ്ബിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് ഇഡിയുടെ അന്വേഷണം വരുന്നു. കിഫ്ബിയുടെ മസാല ബോണ്ട് കേന്ദ്ര വിദേശ വിനിമയ ചട്ടം ലംഘിച്ചോ എന്ന് പരിശോധിക്കാൻ ഇഡി തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എൻ ശ്രീനാഥ് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീനാഥ്, ഒടുവിൽ ഇഡിയുടെ അന്വേഷണം കിഫ്ബിയിലും. ഇഡി അന്വേഷിക്കുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളിലാണ്? കിഫ്ബി സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയും സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കിഫ്ബി ഇടപാട് സംബന്ധിച്ച് ഇപ്പോൾ ഇഡിയും അന്വേഷിക്കാൻ നീക്കം നടത്തുന്നത്. അക്കാര്യത്തിൽ ഇഡി അന്വേഷിക്കുന്നത് വിദേശത്ത് നിന്ന് സർക്കാർ 2150 കോടി രൂപയുടെ മസാല ബോണ്ട് ശേഖരിച്ചിരുന്നു. അത് വിറ്റ് 2150 കോടി രൂപ സമ്പാദിച്ചിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇഡി അന്വേഷിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ മസാല ബോണ്ട് വിൽക്കാനായി RBIയുടെ അനുമതി വാങ്ങിയിരുന്നു എന്നാണ്, RBIയുടെ അനുമതി ഉണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ RBIക്ക് ഇപ്പോൾ ഇഡി കത്ത് നൽകിയിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കണം. മാത്രമല്ല, ഇത്തരത്തിൽ ഏതെങ്കിലും RBIയുടെ മുൻകൂർ അനുമതി സംസ്ഥാന സർക്കാർ വാങ്ങിയിരുന്നോ എന്ന് വ്യക്തമാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കിഫ്ബി പദ്ധതികളിലും ഇനി ഇഡിയുടെ മേൽനോട്ടമുണ്ടാകും. ഇഡി ഇക്കാര്യവും അന്വേഷിക്കും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ ഇഡി അന്വേഷണം നടത്തുന്നു എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഇതുവരെയുള്ള പരാതി. അതിന് കൂടുതൽ മൂർച്ച നൽകുന്നതാണ് ഇപ്പോഴത്തെ. അതുതന്നെയാണ് പ്രധാനപ്പെട്ട വിവരം ശ്രീനാഥ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയുണ്ട് ഈ മസാല ബോണ്ടിന് എന്നായിരുന്നു ധനമന്ത്രിയുടെ അടക്കം വാദം. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട്, RBIയോട് ഇഡി എഴുതി ചോദിച്ചിരിക്കുന്നു, കത്ത് കൊടുത്തിരിക്കുന്നു. ഇത് അനുമതി തേടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അതൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആ തലത്തിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും 2150 കോടി രൂപയുടെ മസാല ബോണ്ട് ഇറക്കാൻ RBIയുടെ അനുമതി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇഡി അന്വേഷിക്കുന്നത്. ഇതിന് അനുമതി ഉണ്ട് എന്നുള്ളതാണ് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ RBIയോട് നേരിട്ട് ഇഡി അന്വേഷണം നടത്തുന്നു. നേരത്തെ RBIയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ അനുമതി നൽകിയിരുന്നില്ല എന്നൊരു സൂചനയുണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ ഇത് സംസ്ഥാന സർക്കാരിന് മേൽ വലിയ കുരുക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത് അന്വേഷണം വിവിധ തലങ്ങളിലേക്ക് വ്യാപിക്കും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. ഏതായാലും കിഫ്ബി പദ്ധതിക്ക് വേണ്ടി മസാല ബോണ്ട് വിറ്റഴിച്ച് പണം സമ്പാദിച്ചത് വലിയ ചോദ്യചിഹ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. വലിയ നിയമക്കുരുക്കിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു വരുത്താനും അതിൻ്റെ പേരിൽ അന്വേഷണം നടത്താനും അത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇഡി കടക്കാനുമുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കത്ത് RBIക്ക് ഇഡി നൽകിയിരിക്കുന്നത്. ഏതായാലും RBIയുടെ മറുപടി ലഭിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികളിലേക്ക് ഇഡി കടക്കുക. അതായത് ഈ മസാല ബോണ്ട് അത് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചാണ് എന്ന തരത്തിൽ ആക്ഷേപം ഉയർന്നിരുന്നു. അതായിരുന്നു നേരത്തെ പ്രതിപക്ഷമടക്കം ഉന്നയിച്ചിരുന്നത്. ഇതിന്റെ കൂടിയ പലിശ, ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് കേന്ദ്ര സർക്കാർ അറിയണം, RBI അറിയണം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട്. ഇതൊക്കെ പൂർണ്ണമായും ഈ ഇടപെടലൊക്കെ CIAGയുടെ ഇടപെടലൊക്കെ അത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞ് നിയമപരമായി നീങ്ങാനൊരുങ്ങുന്ന ഒരു സർക്കാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ആ തരത്തിൽ ഇഡിയുടെ വരവും ഇടപെടലും അവരുടെ അന്വേഷണവും ഒക്കെ എങ്ങനെ കാണാൻ സാധിക്കും സർക്കാരിന്? തീർച്ചയായിട്ടും ഇത് സംസ്ഥാന സർക്കാരിന് വലിയ വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട്. CIAG തന്നെ നേരത്തെ ഇക്കാര്യത്തിൽ ക്രമക്കേട് കണ്ടെത്തുകയും ഇക്കാര്യം അവരുടെ അന്തിമ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് സംസ്ഥാന സർക്കാരിന് മേൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ധനമന്ത്രി തന്നെ നേരിട്ട് CIAGയെ വിമർശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ സംഭവത്തെക്കുറിച്ച് ഇഡി കൂടി അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് വലിയ വെല്ലുവിളിയാണ്. ഇഡിക്കെതിരെയുള്ള അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയുള്ള സമരവുമായി സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്ന LDF മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഇഡി കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഏതായാലും കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും നിയമപരമായി സംസ്ഥാന സർക്കാരിന് ഇത് വലിയൊരു കുരുക്കാണ്. കാരണം ഇപ്പോൾ RBI തന്നെ ഈ കാര്യത്തിൽ അനുമതി നൽകിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ ഉത്തരം നൽകേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിന് വരും, ധനകാര്യ മന്ത്രിക്ക് വരും. അത് സംസ്ഥാന സർക്കാരിന്
വലിയ ഭീഷണിയാകുകയും ചെയ്യും. ഏതായാലും ഇക്കാര്യത്തിൽ ED അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും 2150 കോടി രൂപയാണ് വിദേശത്തു നിന്ന് മസാല ബോണ്ട് വഴി സംസ്ഥാന സർക്കാർ ശേഖരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ തുകയല്ല, അതിന് വലിയ പലിശയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയ ബാധ്യതയിലേക്കും വലിയ രീതിയിൽ ഇക്കാര്യത്തിൽ സാമ്പത്തികമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ ധനമന്ത്രി അടക്കം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ബാക്കി നിയമലംഘനങ്ങളെല്ലാം അത് എന്തിനാ ആലോചിക്കണം, വികസനമല്ലേ പ്രധാനപ്പെട്ട ഒന്ന്. ഇവിടെ കേന്ദ്രം ഒരു പരിധി കഴിഞ്ഞ്, കേന്ദ്രത്തിൻ്റെ കടമെടുക്കൽ പരിധി ഒരു പരിധി കഴിഞ്ഞ് അല്ലെങ്കിൽ കടമെടുക്കലിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്ക് സംസ്ഥാന വികസനത്തിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പലവിധമായ മാർഗങ്ങൾ ഞങ്ങൾ തേടുന്നു, സ്വീകരിക്കുന്നു, പണം എവിടെ നിന്നൊക്കെ ലഭിക്കുമോ അതൊക്കെ നേടുന്നു. ആ വിശദീകരണം എങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കും? ഇപ്പോൾ ഇത്തരത്തിൽ മസാല ബോർഡിലൊക്കെ ആ തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട്, RBIയുടെ അനുമതിയില്ല എങ്കിൽ. രഞ്ജിത്ത്, അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് രാഷ്ട്രീയമായി ഒരുപക്ഷെ ഇതൊക്കെ പറഞ്ഞു നിൽക്കാൻ കഴിയും, പക്ഷേ നിയമപരമായി ഇതിന് സാധുതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം RBIയുടെ അനുമതിയില്ലാതെ ഇത്തരത്തിലൊരു പണമിടപാട് ആർക്കും നടത്താൻ ഈ രാജ്യത്ത് അത്തരത്തിലൊരു പണമിടപാട് ഒരു സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കോ നടത്താനുള്ള അനുവാദമില്ല. അത്തരത്തിൽ ആരെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ക്രമക്കേടായി മാറുകയും അതിന് ഉത്തരം നൽകേണ്ടി വരും. അത് സംസ്ഥാന സർക്കാരാണ് നടത്തുന്നതെങ്കിൽ പോലും അത് വലിയ നിയമപ്രശ്നങ്ങളിലേക്കും അത് വലിയ പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ ചില സൂചനകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. C&AG തന്നെ അക്കാര്യത്തിൽ ക്രമക്കേട് ആരോപിക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. റിസർവ് ബാങ്ക് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ കോൺഗ്രസ് നേതാവും ഈ വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആളുമായ മാത്യു കുഴൽനാടൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, ഒടുവിൽ EDയുടെ റഡാറിലെത്തിയിരിക്കുകയാണ് കിഫ്ബി, പ്രത്യേകിച്ചും മസാല ബോണ്ട് എന്ന വിഷയം. താങ്കൾ എങ്ങനെ കാണുന്നു? EDയുടെ അന്വേഷണം സർക്കാരിനെ ഏത് തരത്തിൽ പ്രതിരോധത്തിലാക്കും? EDയുടെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷെ എനിക്ക് ഒരു കൂടുതൽ അവരുടെ അന്വേഷണത്തിന്റെ ഒരു മാൻഡേറ്റോ അല്ലെങ്കിൽ ടേംസ് ഓഫ് റെഫറൻസോ മനസ്സിലാക്കുന്നത്. എന്റെ പ്രാഥമിക പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഫെമ ക്ലിയറൻസ് NOC, അതായത് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് അല്ലെങ്കിൽ NOC കൊടുത്തിരുന്നു. പക്ഷെ ഇതിന്റെ ഏറ്റവും സെൻട്രൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്ന് കിഫ്ബിക്ക് എടുക്കുക വരെ ചെയ്യുക. അതിന്റെ അകത്ത് പോലും ഒരു പക്ഷേ സാങ്കേതികമായിട്ട് നിയമപരമായ തടസ്സം വന്നെന്ന് വരില്ല. പക്ഷെ അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ വിദേശത്ത് ഈ സോവറിൻ ഗ്യാരണ്ടി കൊടുത്ത നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്നിടത്താണ്. അതാണ് ഞങ്ങൾ കോടതിയിൽ ഉന്നയിച്ചതും അതാണ് കഴിഞ്ഞ ഒരുപാട് നാളായി നമ്മൾ പറയാൻ ശ്രമിക്കുന്നു. അതിന് വ്യക്തമായൊരു മറുപടി ഇതുവരെ സർക്കാരിന് പറയാൻ കഴിഞ്ഞു. പിന്നെ EDയുടെ അന്വേഷണ പരിധിയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നന്നായി പ്രതികരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ മസാല ബോണ്ടിന് RBIയുടെ അനുമതി ഉണ്ടെന്നാണോ താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്? RBIയുടെ അനുമതിയില്ല, അതാണ് ധനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിദേശത്ത് ഒരു ലിസ്റ്റിംഗ് നടത്തുന്നതിന്, അതായത് അവർ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫെമയുടെ NOC എന്ന് പറയുന്നത് അതൊരിക്കലും അതിനെ അപ്രൂവലായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരുപാട് നാളായി ധനമന്ത്രി റിസർവ് ബാങ്കിന്റെ അനുമതി ഉണ്ട് ആ കടലാസിൽ തന്നെ റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്, ഇത് അനുമതിയായി കണക്കാക്കോ ഇത് അനുമതിയായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ടെങ്കിലും ധനമന്ത്രി യാതൊരു മര്യാദയും മാന്യതയും ഇല്ലാതെ കേരള സമൂഹത്തോട് റിസർവ് ബാങ്കിന്റെ അനുമതി ഉണ്ട് എന്ന് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അങ്ങേയറ്റം ഒരു തെറ്റായ പ്രചരണമാണ് എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. അതായത് EDയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന ഈ കാര്യമാണ് ഈ C&AGയുടെ കണ്ടെത്തൽ. മസാല ബോണ്ടിൽ ഈ തരത്തിലുള്ള ഫെമയുടെ ലംഘനം നടന്നിട്ടുണ്ടോ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ അകത്തൊരു പക്ഷേ ഫെമ NOC റിസർവ് ബാങ്ക് കൊടുത്താലും പുറത്തുനിന്നുള്ള പണമാണ് 2100 രൂപ കിഫ്ബി സ്വീകരിച്ചത് എങ്കിൽ അതിനുവേണ്ടി ഒരുപക്ഷെ ഫർദർ ഇപ്പോ CRI അടക്കമുള്ള ഫോറിൻ കോൺട്രിബ്യൂഷൻ അടക്കമുള്ള അനുമതികൾ വേറെയും വേണ്ടി വന്നേക്കാം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പൂർണ്ണമായ ഒരു ചട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് എന്ന് തോന്നുന്നില്ല. ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ വളരെ അപ്പാരന്റ് ആണ്, വളരെ ക്ലിയർ ആണ്.
അത് പറയുമ്പോഴാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇത് വികസനത്തെ അട്ടിമറിക്കാനാണ്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നെല്ലാം പറയുന്നത്. അത് കേവലം രാഷ്ട്രീയ ആരോപണമാണ്. പക്ഷെ ഒരു മൊത്തത്തിലെ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റും കിഫ്ബിയുടെ പ്രവർത്തനങ്ങളും അങ്ങേയറ്റം താളം തെറ്റി, അങ്ങേയറ്റം നിയമപരമായിട്ടും അങ്ങേയറ്റം രാഷ്ട്രീയ താല്പര്യത്തോടും കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നന്ദി ശ്രീ മാത്യു കുളനാടൻ. ശ്രീ കെ എൻ ബാലഗോപാലും ശ്രീ പി ടി തോമസും ചേരുന്നുണ്ട്. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇത് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരികയാണ് കിഫ്ബി, പ്രത്യേകിച്ച് മസാല ബോണ്ട്. താങ്കളുടെ ആദ്യ പ്രതികരണം? ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രസ്താവനയാണ്. കിഫ്ബിയുടെ പ്രവർത്തനം ഇനി വിദേശത്ത് മസാല ബോണ്ട് വഴി പണമെടുത്തിട്ടുണ്ടെങ്കിൽ റിസർവ് ബാങ്കും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള മറ്റ് കാര്യങ്ങളും അനുസരിച്ചിട്ടാണ്. അത് സാധാരണഗതിയിൽ ഇ ഡിയുടെ അന്വേഷണ പരിധി വരുന്ന ഒരു കാര്യമല്ല. ഇ ഡിക്ക് അങ്ങനെ അന്വേഷിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയല്ല. എന്തായാലും ഈ വിവാദങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിക്കോട്ടെ, ലീഗലായിട്ട് അവർ ചെയ്യുന്നത് തെറ്റാണ്, ഭരണഘടനാപരമായി ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം തെളിയും. കാരണം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും റിസർവ് ബാങ്കും എല്ലാം പരസ്പര ബന്ധിതമായ ഭരണഘടനാപരമായ ശൃംഖലയാണ്. ആ ശൃംഖലയ്ക്കകത്ത് ഇത്തരം ഒരു കാര്യം അന്വേഷിക്കാനുള്ള സാധാരണഗതി പ്രൊവിഷനില്ല. വിവാദവും വാർത്തയും ഉണ്ടാക്കാൻ അവർ പറയുന്നതാണ്. ഇ ഡി അത്തരം കാര്യങ്ങൾ പറയുന്നെങ്കിൽ അതിന്റെ ഭരണഘടനാപരമായിട്ട് അവർ പറയട്ടെ. സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാനേ അവകാശമില്ല. സംസ്ഥാനത്ത് 50,000 കോടി രൂപ എടുത്ത് നാട്ടിൽ വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത്. അല്ലാതെ കള്ളപ്പണം എവിടുന്നേലും കൊണ്ടുവരാനോ എവിടുന്നേലും പൈസ തട്ടിക്കാനോ ഉള്ളൊരു സംഭവമല്ല. കേരളത്തിലെ നാട്ടുകാർക്ക് മുഴുവൻ ഇതറിയാം. എന്തായാലും ഈ കിഫ്ബി സംബന്ധിച്ച് ഇത്ര വിവാദം ഉണ്ടാക്കാൻ കോൺഗ്രസ് പാർട്ടിയും കൂടി ഈ BJPയുടെ കൂടെ ചേരുന്നത് ജനങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഞങ്ങൾക്കത് വളരെ കൃത്യമായി വികസനത്തിന്റെ കാര്യങ്ങൾ പറയാനുള്ള അവസരം തന്നെയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ തെറ്റായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തന്നെ ബാധിക്കുന്ന വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ CPM സമരരംഗത്തേക്ക് കൂടുതലായി ഇറങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോഴാണ് കൂടുതൽ മേഖലകളിലേക്ക് ഈ കേന്ദ്ര ഏജൻസികൾ കടന്നെത്തുന്നത് എന്നതും ശ്രദ്ധേയമല്ലേ? സ്വാഭാവികമായും അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെന്നുള്ളത് ശരിയാണ്. ഇതിനകത്ത് ഇപ്പൊ കിഫ്ബിയെ സംബന്ധിച്ച് ഇങ്ങനെ ഈട് ചെയ്യാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ എനിക്കതിന്റെ ആധികാരികത അറിഞ്ഞുകൂടാ. ഈ കാര്യത്തിനകത്ത് അവരന്വേഷിക്കുന്ന പത്രത്തിൽ വരുന്ന വാർത്തകളാണ്. അതുകൊണ്ട് ആധികാരികമാണോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കേന്ദ്ര ഏജൻസികൾ എന്തും ചെയ്യാൻ തയ്യാറാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർക്ക് കുറ്റവാളികളെ കണ്ടെത്താനോ നാട്ടിലെ ക്രമസമാധാനം ഒരുക്കാനോ അല്ല. അല്ലെങ്കിൽ ഇത് പറയുന്ന കോൺഗ്രസ് പ്രതിനിധികളെന്ന് പറയട്ടെ, നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെയാണ് അവർ തകർത്തത്? പാർലമെന്റിൽ വോട്ടിംഗ് പോലും നടത്താതെ ഒരു ബില്ല് പാസ്സായതായിട്ട് എങ്ങനെയാണ് രാജ്യസഭയിൽ പ്രഖ്യാപിച്ചത്? ബാബറി മസ്ജിദ് തകർത്തത് നേരിട്ട് കണ്ടതാണ് എല്ലാവരും. ആ കണ്ട പ്രതികളെ വെറുതെ വിടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കൊടുത്ത ഏജൻസിയാണ് CBI. ഇത്തരം നിരവധി കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് CBIയും കേന്ദ്ര ഏജൻസി ED ഒക്കെ നടത്തുന്ന കാര്യങ്ങൾ ന്യായമാണെന്ന് ഏതെങ്കിലും നിഷ്കളങ്കരായ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയാൽ അവരും വളരെ വേഗം ഈ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, നന്ദി ശ്രീ ബാലഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. പി ടി തോമസ് MLA ടെലിഫോൺ ലൈനുണ്ട്. പി ടി തോമസ്, ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം നമുക്ക് ആദ്യം അതിലേക്ക് വരാം. അതിനു മുൻപ് ഇഡിയുടെ ഈ വരവ് അത് കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിന് ലംഘനമുണ്ടെന്ന CNJയുടെ കണ്ടെത്തലടക്കം അന്വേഷിക്കുമെന്ന് പറയുന്നു. അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന ഒരു കാര്യമാണോ? പറഞ്ഞോളൂ, ചോദ്യം കേട്ടിരുന്നോ? ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, CPMന്റെയും LDFന്റെയും ഒരു നിലപാട് ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഒരു അന്വേഷണം നടന്നാൽ അത് വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനാണെന്നുള്ള വാദം തന്നെ തെറ്റാണ്. കാരണം ഒരു പണം ചെലവഴിച്ചതിലെ ക്രമക്കേടോ അത് കൈകാര്യം ചെയ്തതിലെ ക്രമക്കേടോ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വികസന പ്രവർത്തനത്തെ എങ്ങനെയാണ് തുരങ്കം വയ്ക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നടന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണം ആർക്കും നടത്താൻ പറ്റിയല്ലോ. തോമസ് ഐസക്കിന്റെ കിഫ്ബി ഇടപാടിലെ അന്വേഷണം നടത്തണം എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ വികസനത്തെ അട്ടിമറിക്കുന്നു എന്ന് പറയുന്നത് എത്രയോ ബാലിശ്യമാണ്. അതിന്റെ അകത്ത് കിഫ്ബിയിൽ നടന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ നിയമസഭയ്ക്കൊക്കെ അറിയാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവരുടെ ഒരു വാദം ഈ കരട് റിപ്പോർട്ടിലില്ലാത്തത് ഫൈനൽ റിപ്പോർട്ടിൽ പറഞ്ഞു എന്നാണ്. പാം ഓയിൽ കേസിൽ എന്തായിരുന്നു? പാം ഓയിൽ കേസിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാരാണ് ഈ സിംഗപ്പൂർ കമ്പനിയുമായി ചർച്ച നടത്തിയെന്നാണ് കരട് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഫൈനൽ റിപ്പോർട്ട് വന്നപ്പോൾ K. കരുണാകരൻ ഡൽഹിയിൽ വെച്ച് നടത്തിയ ചർച്ചയെ തുടർന്നാണ് എന്നാണ് ഫൈനൽ റിപ്പോർട്ട് വന്നത്. അപ്പം ഏതെങ്കിലും LDF ഗവൺമെന്റ് ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി അന്വേഷണം നടത്തിയാൽ ഉടനെ വികസനം അട്ടിമറിക്കാനാണ് എന്ന് പറഞ്ഞ് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ സമരത്തിനിറക്കാനുള്ള സൂത്രം മാത്രമാണ്
സമഗ്രമായ അന്വേഷണം വേണം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടന്ന എല്ലാ കാര്യങ്ങളും തട്ടിപ്പാണെന്ന് തെളിഞ്ഞു വരികയാണ്. ഈ കിബി മസാല ബോർഡിലും സ്വപ്ന സുരേഷും ശിവശങ്കറിന്റെയും ഏതെങ്കിലും ഏജൻസികൾ ബന്ധപ്പെട്ടിരുന്നോ എന്ന് കൂടി പരിശോധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഞാൻ ഇതിന്റെ അകത്തെ ഭരണഘടനാപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ നിബന്ധനകൾ ലംഘിച്ചോ എന്നുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു കാര്യം, സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണെന്നുള്ള മട്ടിൽ വിജിലൻസോ മറ്റാരെങ്കിലുമോ സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടപ്പോൾ അതിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തി. മുഖ്യമന്ത്രി അധികാരമേറ്റെടുത്തതിനെ തുടർന്ന് ദുബായിൽ നടത്തിയ ചില വലിയ വൻകിടക്കാരുടെ ആ സമ്മേളനത്തിന്റെ ചില സൂചന കിട്ടി. അതന്വേഷിക്കണം. സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനത്തിന് പിന്നിൽ ഈ സ്വപ്ന സുരേഷും ശിവശങ്കറും ഉണ്ടോ എന്നതടക്കം അന്വേഷിക്കണം. ഈ ഗവൺമെന്റ് വലിയ ഒരു തട്ടിപ്പിന്റെ കൂടാരമായി മാറിയിരിക്കുന്നു. 2 മന്ത്രിമാർ 200 ഏക്കർ സ്ഥലം വീതം വാങ്ങിയെന്ന് ഇന്നലെ ചില ചാനലുകൾ പുറത്തുവിട്ടു. ഈ കാര്യങ്ങളടക്കം LDF ഗവൺമെന്റിന്റെ 5 വർഷക്കാലത്തെ പ്രവർത്തനം സമഗ്രമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കി തട്ടിപ്പ് കണ്ടെത്തണം. തട്ടിപ്പ് കണ്ടെത്താൻ തുടങ്ങുമ്പോൾ ഇഡിക്ക് നേരെ ചാടിയിട്ട് കാര്യമില്ല. ഇഡി അടക്കം മുഴുവൻ കേന്ദ്ര ഏജൻസികളെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനി മാത്രമല്ലല്ലോ, കേന്ദ്ര ഗവൺമെന്റ് BJP എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ അത് കൈകാര്യം ചെയ്യാൻ രമൺ ശ്രീവാസ്തവയെയും അതുപോലെ തന്നെ നമ്മുടെ DGP ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. അവരെ വിട്ട് ആ കാര്യം കൈകാര്യം ചെയ്യാം. നിങ്ങൾ അറിയണം, ഇന്ത്യയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും CPM-ന് ഇന്ത്യയിൽ ആകെ അവശേഷിക്കുന്ന ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ BJP-ക്കെതിരെ ഒരു കമാൻഡർ അക്ഷരം പറയാൻ തോറ്റുപോയിട്ടില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ BJP-ക്കെതിരെ പോരാടാൻ രാജ്യസഭയിൽ കൊണ്ടുവരാമെന്ന് കോൺഗ്രസ് പറഞ്ഞു. അതിനെ എതിർത്ത് തോൽപ്പിച്ചത് പിണറായി വിജയനും കൂട്ടരുമാണ്. അപ്പൊ BJP-ക്കെതിരെ ഉമ്മാക്കി കാട്ടിയൊന്നും കേരളത്തിലെ ജനങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഇത് CPM-ന്റെ തട്ടിപ്പാണ്. അഴിമതി കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഉള്ള വെമ്പലും അവരുടെ അങ്കലാപ്പും മാത്രമാണ്. അതൊന്നും കേരളത്തിന്റെ മണ്ണിൽ ചെലവാവില്ല. നന്ദി ശ്രീ PT തോമസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും ഈ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നത് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചോ എന്ന് ED പരിശോധിക്കുന്നു. കിഫ്ബിയുമായി ബന്ധപ്പെട്ട മസാല ബോണ്ട് വാങ്ങിയതിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. ഇത് വീണ്ടും CPM-ന്റെ പ്രതികരണം. KN ബാലഗോപാൽ CPM-ന്റെ ഭാഗമായി സംസാരിച്ചത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തിന്റെ ഭാഗമാണ് ഇത് എന്നാണ്. അതേസമയം മാത്യു കുഴൽനാടൻ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടത്തുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം പറഞ്ഞത് ഈ RBIയുടെ അനുമതി ഇക്കാര്യത്തിൽ ഇല്ല, ഒരു NOC മാത്രം നൽകിയിട്ടുണ്ട്, അത് ഒരു അനുമതിയായി കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ മുമ്പോട്ട് പോകരുത് എന്ന് ആ NOCയിൽ വളരെ കൃത്യമായി RBI പറഞ്ഞിട്ടുണ്ട് എന്ന സുപ്രധാനമായ വിവരവും അത്തരത്തിൽ മാത്യു കുഴൽനാടൻ പങ്കുവെക്കുകയുണ്ടായി. N. ശ്രീനാഥ് ചേരും. ശ്രീനാഥ്, ഏതായാലും ധനകാര്യമന്ത്രി വാർത്താ സമ്മേളനം അല്പസമയത്തിൽ, അദ്ദേഹം ഇപ്പോൾ കാണുന്ന ഫ്രെയിം, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നിരിക്കുകയാണ്. അദ്ദേഹം കൂടുതൽ പോയിന്റുകൾ പരിശോധിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട അത് അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. ഇത് സംസ്ഥാന സർക്കാരിന് EDയുടെ അന്വേഷണം, നമുക്കറിയാം സംസ്ഥാനത്ത് കേന്ദ്ര ഏജൻസികൾക്കെതിരെ സമരത്തിന് CPM തന്നെ നേതൃത്വം നൽകിയ ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ്. അതിനു മുൻപ് നമുക്ക് ശ്രീനാഥിലേക്ക് വരാം. ശ്രീനാഥ്, നമുക്ക് സൈത്തിലേക്ക് കയറാം. സൈത്ത് ധനകാര്യമന്ത്രിക്കൊപ്പമാണെന്ന് മനസ്സിലാകുന്നു. തുടരാം. വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഈ കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ആദ്യ പ്രതികരണം? ഞങ്ങൾ പറഞ്ഞത് അത്ര ശരിയായിട്ട് വരുന്നു. ഈ EDയുടെയും CBIയുടെയും NIAയുടെ ഉന്നം കള്ളക്കടത്തൊന്നുമല്ല, കേരളത്തിലെ ഭരണത്തെ തകർക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ED സ്വർണ്ണക്കടത്ത് അന്വേഷിക്കാൻ വന്നവർ മസാല ബോണ്ട് അന്വേഷിക്കാൻ പോകുന്നു. അത് CAG പോരാന്നൊരു തോന്നൽ ഒന്ന് ഉറപ്പിക്കാനായിട്ട്. CAG ആണെങ്കിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ എന്തൊരു പമ്പര വിട്ടിത്ത് എന്തും പറയാമെന്നുള്ള നിലയിലായിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ 1ാം ലിസ്റ്റിലാണ് വിദേശ വായ്പ എടുക്കൽ. 37ാമത്തെ ഇനം. അതുകൊണ്ട് ഇങ്ങനെ വായ്പ എടുത്തത് തെറ്റ് എന്ന് വാദിക്കുകയാണ്. ഈ ഷെഡ്യൂൾ എന്താണെന്നറിയാം? ഷെഡ്യൂൾ എന്ന് പറയുന്നത്
ലെജിസ്ലേറ്റീവ് പവറിനെ കുറിച്ചാണ്. കേന്ദ്രത്തിന് എന്ത് അധികാരങ്ങൾ നിയമം ഉണ്ടാക്കാൻ, സംസ്ഥാനത്തിന് എന്ത് അധികാരങ്ങൾ, കൺകറൻ്റ് ആയിട്ടുള്ള ലിസ്റ്റ് എന്ത്. ഇത് നിയമം ഉണ്ടാക്കാനുള്ള അധികാരമാവും, അല്ലാതെ സംസ്ഥാനം വായ്പ എടുക്കാൻ പാടില്ലെന്നല്ല ഈ ലിസ്റ്റ് പറയുന്നത്. ഇതുവരെയും വെച്ച് വിളമ്പിയാണ് വെച്ചാൽ അത്രക്ക് ആർത്തിയിലാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആക്ഷേപം കിഫ്ബിയെക്കുറിച്ച് പറയാനായിട്ട്, അതാണ് ഒരു മനോനിലയാണ്. മനോനില തെറ്റിയവരെ പോലെ പെരുമാറുന്നത്. പാർലമെൻറ്റിന് അധികാരം, പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ഫെമ. അതിൻ്റെ അടിസ്ഥാനത്തിൽ RBIക്കാണ് NOC കൊടുക്കാനുള്ള അധികാരം. RBI NOC നൽകിയെന്ന്. പിന്നെ ആരുടെ അനുവാദം മേടിക്കണമെന്ന് പറഞ്ഞാൽ EDയുടെ അനുവാദം മേടിക്കണോ? അധികാരമുള്ളവർ അനുമതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ട്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ BJPക്കും കോൺഗ്രസിനും ഒരു തിരിച്ചടി ശക്തമായിട്ട് നൽകുക മാത്രമാണ് ഈ കേരളത്തിൽ തുടങ്ങി വച്ചിരിക്കുന്ന ഈ പദ്ധതികളൊക്കെ പൂർത്തിയാകും എന്ന് ഉറപ്പ് വരുത്താനുള്ള മാർഗം. ഇപ്പം ഒരു പൊളിറ്റിക്കൽ ബൈറ്റുകൾ വന്ന് അല്ലെ പ്രതികരണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ED അന്വേഷണം നടത്തുന്നു എന്നൊരു സാഹചര്യമാണ് വരുന്നത്. കാരണം CAGയുടെ റിപ്പോർട്ട് പരസ്യമാക്കപ്പെട്ടിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ എന്ത് ആധികാരിക രേഖയുടെ അടിസ്ഥാനത്തിൽ ED അന്വേഷണം നടത്തും? ഈ ED എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 3 ഏജൻസികൾ വന്നിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും BJPയുടെ വെറും പിണിയാളുകളായിട്ട് അവരുടെ ഇംഗിതത്തിനൊപ്പിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അധപ്പതിച്ചിട്ടുണ്ട്. അത് ഈ കോൺഗ്രസിന് എന്താ മനസ്സിലാവാത്തതെന്നുള്ളതാണ്. ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പം തൊട്ടടുത്ത് കർണാടകയിലെ നമ്മുടെ കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണം മുഴുവൻ ED വീട് റെഡി ചെയ്യുന്നു, അന്വേഷിക്കുന്നു, നോക്കുന്നു, എന്തെങ്കിലും തുമ്പ് കിട്ടുന്നു, അതിൻ്റെ സ്ഥലത്ത് കേസുണ്ടാക്കുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിനാണ് ഫിഷിംഗ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്താ തടയണമെന്ന് അറിഞ്ഞൂടാ. അപ്പം തപ്പുക, മീൻ തടയും, തടഞ്ഞ് കിട്ടിയത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതായിട്ട് മാറുന്നു. ഇത്തരത്തിൽ ഭരണസ്തംഭനം സൃഷ്ടിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അമിത്ഷായുടെ ഒക്കെ കേരളത്തോടുള്ള ഒരു കടന്നാക്രമണം. അഭിമാനമുള്ള മലയാളി ഇതിനെ ചെറുക്കാൻ തയ്യാറാണ്. ഈ കിഫ്ബി പോലെയുള്ള ഒരു ഏജൻസിയിൽ ഇത്തരമൊരു അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് നിയമസാധുതയുണ്ടോ? അത്തരമൊരു ഇതുണ്ടോ? അങ്ങേക്ക് അത് അറിയാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെന്നുള്ള മട്ടില അവർ പെരുമാറുന്നത്. എന്തിനെക്കുറിച്ച് അന്വേഷിക്കാനായി കള്ളപ്പണം വെളുപ്പിക്കൽ, സാമ്പത്തിക കുറ്റങ്ങൾ, ഇത് അന്വേഷിക്കാനാണ്. അല്ലാതെ ഇന്ത്യൻ ഭരണനെ വ്യാഖ്യാനിക്കാനൊന്നും EDക്ക് അധികാരം കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ കോടതിയിൽ കേസ് കൊടുത്ത് കോടതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവരുടെ വ്യാഖ്യാനം വെച്ച് ക്രമക്കേട് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അതിനുള്ള അധികാരമൊന്നും EDക്കില്ല. അപ്പോൾ ഇത് നിയമനിർമ്മാണം നടത്താനുള്ള കേരള നിയമസഭയുടെ അധികാരത്തെ വെല്ലുവിളിക്കുകയാണ് ഈ കേന്ദ്ര ഏജൻസികൾ. കേരള നിയമസഭ ഏകകണ്ഠമായിട്ട് പാസാക്കി അംഗീകരിച്ച നിയമത്തിന് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്നൊന്നും പരിശോധിക്കാൻ EDക്കും CBIക്കും അധികം. കുറ്റകൃത്യം ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. അതല്ലാതെ ഈ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കേരള നിയമസഭയോടുള്ള അവഹേളനമാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എൻക്വയറി നിലവിൽ കിഫ്ബിയിലേക്കോ സർക്കാരിലേക്കോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇതുമായി? ഇതുവരെ ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ TV വഴി അറിഞ്ഞതാണ് ആദ്യത്തെ അറിവ്. പക്ഷേ ഇങ്ങനെയൊക്കെ ബന്ധപ്പെടുത്താൻ ഞാൻ വേണമെങ്കിൽ വാട്സാപ്പ് കാണിച്ചു തരാം. പലരും സന്ദേശങ്ങൾ കിട്ടുന്ന അറിവുകൾ അയക്കുന്നുണ്ട്. ഇങ്ങനെ അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ്. കിഫ്ബിയുടെ പ്രൊജക്റ്റുകളിൽ ചിലതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചു കയറാനാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും പലതും അയക്കുന്നുണ്ട്. അപ്പോൾ
അങ്ങനെ കേരള സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു കുൽസിത നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ CAG റിപ്പോർട്ടിനെതിരെ സർക്കാർ ഒരു നിയമ പോരാട്ട സാധ്യതകൾ തേടുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ അത് സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാനിൽ നിന്ന് നിയമോപദേശം തേടിയതായിട്ടും കേൾക്കുന്നു. ശരിയാണ്, എന്താണ് ഈ നീക്കം? നിയമോപദേശമാണ്. സർക്കാർ നിശ്ചയമായിട്ടും ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നതിന് ഏറ്റവും പ്രഗത്ഭരായ ഭരണഘടനാ വിദഗ്ധരെ തന്നെ കൊണ്ടുവരും. അതിന് പ്രാരംഭമായിട്ട് നരിമാൻ്റെ അഭിപ്രായം നമ്മൾ തേടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയമോപദേശം കിട്ടും. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ ഭരണഘടനാ വാദക്കാരിലൊരാളാണല്ലോ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ നോക്കാം. പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ CNDGക്ക് ഇത്തരം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ നടപടിക്രമം ശരിയാണോ തെറ്റാണോ, അത് നിയമപ്രശ്നവും. അത് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്, നിയമപരമായിട്ട് പരിശോധിക്കുന്നുള്ളത്. രണ്ടാമത്തത്, ഈ കേസിലെ അവരുന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ, CNDG ഉന്നയിച്ചിരിക്കുന്ന നിയമപ്രശ്നങ്ങൾ, ഇതെല്ലാം വളരെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ഇനി മന്ത്രി തോമസ് ഐസക് ന്യൂസ് 18 പ്രതിനിധി സഹിത്തിനോട് സംസാരിക്കുകയായിരുന്നു. CAG പോരാ എന്ന് ഉറപ്പിക്കാനായിട്ടാണ് പുതിയ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. RBI NOC നൽകിയിട്ടുണ്ട്. RBIയുടെ അനുമതി പോരെ എന്നാണ് ഐസക് ചോദിക്കുന്നത്. ഇനി EDയുടെയും അനുമതി വാങ്ങണോ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നു. BJPയുടെ ഇംഗിതത്തിന് അനുസരിച്ചുള്ള ഇടപെടൽ ഇത് കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല. സർക്കാരിനെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം, ഭരണസ്തംഭനമുണ്ടാക്കാൻ ഉള്ള ശ്രമവും ഇതിൻ്റെ ഭാഗമായുണ്ട്. ഇന്ത്യൻ ഭരണഘടന വ്യാഖ്യാനിക്കാൻ EDക്ക് അനുമതി നൽകിയിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ അധികാരത്തെ വെല്ലുവിളിക്കുന്നു ED. കേരള നിയമസഭയോടുള്ള അവഹേളനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരിനെ അട്ടിമറിക്കാൻ കുൽസിത നീക്കം നടത്തുന്നു. സർക്കാർ നിയമോപദേശം തേടിക്കഴിഞ്ഞു. ഈ വിഷയത്തിൽ കോടതിയിൽ ഈ വിഷയം കാണാം എന്നാണ് ഇപ്പോൾ തോമസ് ഐസക് സജിത്തിനോട് വ്യക്തമാക്കിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരം, EDയുടെ റഡാറിൽ കിഫ്ബിയും എത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? ശ്രീനാഥ്, ഇത് നേരത്തെ ചോദിച്ചതുപോലെ ഈ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ അന്വേഷണത്തിനാണ് ED ഒരുങ്ങുന്നത്? ED പ്രധാനമായിട്ടും RBIക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ RBIയുടെ അനുമതി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതേപോലെ തന്നെ വിദേശ നാണയ ചട്ട ലംഘനം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യവുമുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് RBIയുടെ വിശദീകരണം തേടിയിരിക്കുന്നത്. ഏതായാലും RBI നേരത്തെ തന്നെ NOC മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ NOC ഒരു അനുമതിയല്ല എന്നും RBI വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമാണ്. RBIയുടെ അനുമതിയില്ലാതെ വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയതും വലിയ തോതിൽ പണം സംഭരിച്ചതും അത് തീർച്ചയായിട്ടും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും എന്നൊരു നിയമോപദേശമാണ്. സജിത്ത്, ധനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന്. ധനമന്ത്രി പറയുന്നത് സംസ്ഥാന വികസനം അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ, BJP RSS അടക്കമുള്ള അവർ നടത്തുന്ന ബോധപൂർവമായ നീക്കം, അതിൻ്റെ തുടർച്ചയുള്ള ആരോപണം തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉന്നയിച്ച വാദങ്ങൾ വീണ്ടും ശരിയാണെന്ന് EDയുടെ ഇപ്പോഴത്തെ നീക്കത്തോടെ തെളിയിക്കുകയാണ്. എന്ത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരമൊരു അന്വേഷണ നീക്കത്തിലേക്ക് വരുന്നത്? ഇതിനെതിരെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് സംബന്ധിച്ച് കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ED ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയാണ്. അതിൻ്റെ നിയമസാധുതകൾ സർക്കാർ തേടുകയാണ്. ഫാലിയസ് നരിമാനുമായി നിയമോപദേശം തേടി എന്ന കാര്യവും മന്ത്രി അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനൊപ്പം, CAG റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിനും അതിൻ്റെ നിയമസാധുതകളിലേക്കുമാണ് സർക്കാർ കടക്കുന്നത്. അതാണ് ധനമന്ത്രി സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ധനമന്ത്രിയുടെ മായുള്ള അഭിമുഖം, അതിലാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ആരോഗ്യത്തിന് ശീലമാക്കൂ, ദിവസവും ഒരു ഗ്ലാസ് പാൽ കുടിക്കൂ. അമൂൽ, പാലിൻ്റെ പര്യായം.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. കിഫ്ബിയുടെ മസാല ബോണ്ട് കേന്ദ്ര വിദേശ വിനിമയ ചട്ടം ലംഘിച്ചോ എന്ന് പരിശോധിക്കാൻ ED തീരുമാനം. ശ്രീനാഥുമൊപ്പം സജിത്തും ചേരും. അതിനു മുൻപ് സജിത്തുമായി ധനകാര്യമന്ത്രി തോമസ് ഐസക് ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കിഫ്ബിക്ക് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിന്റെ NOC ഉണ്ട്. അതിനാൽ CAG കണ്ടെത്തലുകൾ ഒപ്പം ED അന്വേഷിക്കാൻ വരുന്ന കാര്യത്തിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ EDയുടെയും CBIയുടെയും NIAയുടെ ഉന്നം കള്ളക്കടത്തൊന്നുമല്ല. കേരളത്തിലെ ഭരണത്തെ തകർക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇവര് ED സ്വർണ്ണക്കടത്ത് അന്വേഷിക്കാൻ വന്നവര് മസാല ബോണ്ട് അന്വേഷിക്കാൻ CAG പോരാന്നൊരു തോന്നല് ഒന്ന് ഉറപ്പിക്കാനായിട്ട്. CAG ആണെങ്കിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ എന്തൊരു പമ്പര വിട്ടിത്ത് എന്തും പറയാമെന്നുള്ള നിലയിലായിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ 1ാം ലിസ്റ്റിലാണ് വിദേശ വായ്പ എടുക്കൽ. 37ാമത്തെ. അതുകൊണ്ട് ഇങ്ങനെ വായ്പ എടുത്തത് തെറ്റ് എന്ന് വാദിക്കുകയാണ്. തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് ഇതൊരാഴ്ചക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. ഇത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു CAGയുടെ അന്വേഷണ റിപ്പോർട്ടല്ല. കേരളത്തിലെ ഭരണസ്തംഭനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലിന്റെ ഭാഗമാണ്. അതിന് തെളിവായിട്ട് ഞാൻ പറഞ്ഞത് കരട് റിപ്പോർട്ടിൽ 2 പാരഗ്രാഫേ ഉള്ളൂ കിഫ്ബിയെ കുറിച്ച്. അത് എക്സിറ്റ് മീറ്റിംഗിൽ ചർച്ച ചെയ്തു. ഞങ്ങൾ ആ 2 പാരഗ്രാഫിന് പ്രതികരണവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫൈനൽ റിപ്പോർട്ടുമായിട്ട് വന്നതോ കരട് റിപ്പോർട്ടിൽ ചർച്ച ചെയ്യാത്ത ഭരണഘടനാ സാധുത സംബന്ധിച്ച നിഗമനങ്ങളാണ് 4 പേജിൽ വിസ്തരിച്ചെഴുതിയിരിക്കുകയാണ്. എന്താണ് അവരുടെ ശ്രമം ഉണ്ടായിരുന്നത്? ഹൈക്കോടതിയിലെ കേസിലെ CAG കക്ഷിയാണ്. അപ്പൊ ആ കേസ് അതിൻ്റെ വരാറുള്ള സമയമൊക്കെയായി ഫെബ്രുവരി മാസത്തിൽ കൊടുത്തതാണ്. ഈ റിപ്പോർട്ട് നിയമസഭയിൽ ഇനി വെച്ചു. അതിനു വേണ്ടിയിട്ട് ഫെബ്രുവരി വരെ കാത്തിരിക്കണം. അതിനിടയിൽ ഹൈക്കോടതി അടക്കമുള്ളവരുടെ അടുത്ത് CAGയുടെ റിപ്പോർട്ടായിട്ട് നൽകാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് സംശയിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതൊരു അസാധാരണ സാഹചര്യമാണ്. ഒരു സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനായിട്ട് AG തന്നെ ഇറങ്ങുക. അതിനു വേണ്ടിയിട്ട് വാർത്തകൾ ചോർത്തുക, ഇല്ലാത്ത അടിസ്ഥാനരഹിതമായ വിവാദങ്ങൾ കൊണ്ടുവരിക. UDF സർക്കാർ AG ഓഡിറ്റ് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞതിനപ്പുറം ഒന്നും ഇടതുപക്ഷ സർക്കാരും ചെയ്തിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ കിഫ്ബിയുടെ നിയമത്തിൽ പറഞ്ഞതുപോലെ. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷെ അതെങ്ങനെയാണ് AGയുടെ ഓഫീസ് ഇത് സജിത്ത് ചേരുന്നു. സജിത്തിനോട് അല്പം മുമ്പാണ് തോമസ് ഐസക് ആദ്യമായി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. സജിത്ത്, എന്തൊക്കെയാണ് ഐസക് അന്നേരം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഈ RBIയുടെ NOC ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം വരുത്തുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഈ കിഫ്ബിയുടെ നടപടി ഉണ്ടായത്. അതാണ് മസാല ബോണ്ട് അടക്കമുള്ള നീക്കങ്ങൾ ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വാദത്തിലേക്ക് CAG എത്തിയതിന്റെ കാരണം അതാണ്.
പക്ഷേ സർക്കാർ വാദിക്കുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിൽ RBI അടക്കമുള്ള അനുമതി നേരത്തെ തന്നെ സർക്കാരിനുണ്ട്. അത്തരമൊരു വാദമുള്ള സാഹചര്യം എങ്ങനെ നിയമവിരുദ്ധമാകും, ഭരണഘടനാ വിരുദ്ധമാകും എന്നതാണ് ചോദ്യം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം തന്നെ തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം, ഈ RBI അനുമതി സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം CAG തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. CAGയുടെ അന്തിമ റിപ്പോർട്ടിൽ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് പിൻവലിക്കണമെന്ന് RBIയോട് നിർദ്ദേശിക്കുകയാണ് CAG ചെയ്യുന്നത്. അതായത് കേന്ദ്ര സർക്കാർ നിയന്ത്രിതമായ 2 ഏജൻസികൾ തമ്മിൽ ആ തരത്തിൽ തന്നെ ഒരു തർക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ട് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം. അതുകൊണ്ട് RBIയുടെ പൂർണ്ണമായ അനുമതി സർക്കാരിനുണ്ട് എന്നതാണ് അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യം. ഇതാണ് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ തുടർച്ചയായി സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നു. വിവിധ കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ EDയുടെ നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതാണ് ധനമന്ത്രി ആവർത്തിക്കുന്നത്. തോമസ് ഐസക് അല്പം മുമ്പ് സൈത്തിനോട് സംസാരിച്ചപ്പോൾ ഇക്കാര്യമാണ് വ്യക്തമാക്കിയത്. RBIയുടെ അനുമതിയുണ്ട്, RBIയുടെ NOC ഉണ്ട് എന്ന് ഐസക് പറയുന്നു. ഒപ്പം തന്നെ CAG പോരാ എന്ന് ഉറപ്പിക്കാനായാണ് ഇപ്പോൾ പുതിയ ഇടപെടൽ EDയുടെ ഭാഗത്തു നിന്നുള്ളത്. EDക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള അധികാരമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ശ്രീ MR അഭിലാഷ്, സുപ്രീം കോടതി അഭിഭാഷകൻ, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MR അഭിലാഷ്, ഇവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും, അതായത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒരു അന്വേഷണം വരികയാണ് EDയുടെ. അതിനുള്ള അവകാശമില്ല EDക്ക്. അത്തരത്തിലുള്ള വിഷയങ്ങൾ അന്വേഷിക്കാനോ നിഗമനത്തിലെത്താനോ ഉള്ള അധികാരമുള്ള ഏജൻസിയല്ല ED എന്നാണ് ധനകാര്യമന്ത്രിയുടെ വാദം. താങ്കളുടെ ഒരു നിഗമനം എന്താണ് ഈ വിഷയത്തിൽ? എനിക്ക് ഈ വിഷയത്തിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ റിപ്പോർട്ട് പോലും കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ EDക്ക് എങ്ങനെ ഈ വിഷയത്തിൽ ഒരു FIR, ഒരു പ്രിൻസിപ്പൽ ഏജൻസി രജിസ്റ്റർ ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ EDക്ക് ഇത് അന്വേഷിക്കാൻ കഴിയുമെന്ന് മനസ്സിലാകുന്നില്ല. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് EDക്ക് സുവമോട്ടുമായിട്ട് ഇറങ്ങി നടപടിയെടുക്കുവാനുള്ള ഒരു അധികാരമില്ല. അല്ല, ഈ ഇതൊരു സാമ്പത്തിക വിഷയം എന്ന നിലയ്ക്ക്, അതായത് ഈ അത്തരം കാര്യങ്ങൾ EDക്ക് അന്വേഷിക്കാമല്ലോ. ധനകാര്യ ഇടപാടല്ല, അപ്പോൾ അതിനുള്ള സാധ്യത ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത്. ഇല്ല, ഒരു പ്രിൻസിപ്പൽ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് EDയുടെ അന്വേഷണം തുടങ്ങുന്നത്. ഇപ്പോ ഒരു മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അസച്ച് വേറൊരു ഒഫൻസുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്യുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മണി ട്രെയിൽ ഈ ഒരു ഒഫൻസിലേക്കും ഈ ഒരു വിഷയത്തിലേക്കും നയിക്കുന്നു എങ്കിലോ മാത്രമാണ് EDക്ക് ഇടപെടാൻ കഴിയുന്നത്. എന്നിരിക്കെ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ ഉയരുന്നുണ്ടാകാം, CAGയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുന്നുണ്ടാകാം. പക്ഷെ എങ്ങനെ ED ഇതിനകത്തേക്ക് കടന്നു കയറിയ ഒരു അന്വേഷണം നടത്തുന്നു എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയ അവർക്ക് അതിലേക്ക് കടന്നങ്ങനെ അന്വേഷണം നടത്താനുള്ള അധികാരം ഇല്ല എന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് ശരിയാണ്. പക്ഷേ ഇതിന്റെ വസ്തുതകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. ഈ ED അന്വേഷിക്കുന്ന മേഖലകൾ, ഇപ്പോൾ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് സംബന്ധിച്ച് നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. അതാണ് എങ്ങനെ ഇവർ ഈ ED കേസിലേക്ക് വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് വ്യക്തമാകേണ്ടത്. EDക്ക് എങ്ങനെ സുവമോട്ടു ഏതെങ്കിലും ഒരു വിഷയത്തിൽ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ ഇല്ലയോ, അപ്പൊ അങ്ങനെ കയറി അന്വേഷിക്കാൻ ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട്, അത് സംബന്ധിച്ചൊരു FIR രജിസ്റ്റർ ചെയ്ത് CBI അന്വേഷിക്കുന്നുണ്ട് ഒരു ഉദാഹരണത്തിന്, അല്ലെങ്കിൽ FCRA ലംഘനത്തിന് CBI അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെ വരികയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടെങ്കിൽ CBI EDക്ക് അന്വേഷിക്കാനൊക്കെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എങ്ങനെ അത് സംഭവിച്ചു, അല്ലെങ്കിൽ അതിന്റെ ട്രേസ് ചെയ്യാനൊക്കെ EDക്ക് കഴിയും. പക്ഷെ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു രാഷ്ട്രീയ ആരോപണം നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ ED എങ്ങനെ അന്വേഷണം ആരംഭിച്ചു എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ MR അഭിലാഷ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ധനമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ് തത്സമയം. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉള്ള പ്രശ്നം ഇതാണ്: ഈ അട്ടിമറിക്ക് കൂട്ടു നിൽക്കണം, അതോ വോട്ടിലൂടെ ചുട്ട മറുപടി ഇതിന് കൊടുക്കണം? അതായത് ഈ പറയുന്ന ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നു. അതിന് മുന്നോടിയായിട്ട് CAG റിപ്പോർട്ട് പുറത്തുവിടുന്നു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ പരാമർശങ്ങൾ നടത്തുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഫോക്കസാണ്. അതായത് ED, ഇവിടുത്തെ CAG, പ്രതിപക്ഷം, ഇതെല്ലാം കൂടി ഒരു ഫോക്കസാണ്. ഞാൻ നേരത്തെ കൂടിയാലോചിച്ച് ഇവരെല്ലാം കൂടി പ്രവർത്തിക്കുന്നു എന്നൊന്നും ഞാൻ പറയില്ല.
പക്ഷെ CAG ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ധൃതി പിടിച്ച് സംസ്ഥാന സർക്കാരിനോട് പോലും ചർച്ച ചെയ്യാതെ തയ്യാറാക്കിയതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. അതുമേ കൊത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷം. കേരളത്തിന്റെ അവകാശം സംസ്ഥാനത്തിന്റെ അവകാശത്തേക്കാൾ പ്രധാനം ഇന്നത്തെ സർക്കാരിന് അടിക്കാനൊരു വടിയതിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് അവരുടെ നോട്ടം. ED ഇപ്പോൾ വന്നു, അവരും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അവരപ്പോൾ CAG പറഞ്ഞിരിക്കുകയല്ലേ ഇത് ഇങ്ങനെ വിദേശ വായ്പ ആണ്, അതെടുക്കാൻ കിഫ്ബിക്ക് അധികാരമില്ല എന്ന് CAGയുടെ പരാമർശമുണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് എങ്ങനെ അനുമതി നൽകി, എന്തനുമതിയാണ് നൽകിയത് എന്ന് തുടങ്ങിയത്. ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് അവർ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നോക്കാം, നമുക്ക് കണ്ടു കാണണം. അപ്പോൾ ഇവിടെ കേരളത്തിനെതിരായിട്ട് കിഫ്ബിക്കെതിരായിട്ടുള്ള വമ്പൻ ഗൂഢാലോചനയാണ്. ഇതൊരു അസാധാരണ സാഹചര്യമാണ്, മുമ്പൊരിക്കലും ഇല്ലാത്തൊരു സാഹചര്യം. വെറും കീഴ്വഴക്കങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രശ്നമല്ല, അട്ടിമറി ശ്രമത്തെ ചെറുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കടമ. നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ട സ്പീക്കറുടെ അവകാശ ലംഘന നോട്ടീസിൽ ഇതെല്ലാം ചേർത്ത് തന്നെയാണ് മറുപടി പറയുക. എന്താ അവിടെ പറയാൻ പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, പക്ഷേ ഇതാണെന്ന് കേരളത്തിലെ സാഹചര്യം. അതുകൊണ്ട് ഈ വിവാദം കേരളത്തിൽ തുടങ്ങിയപ്പോൾ ഉള്ളതിനേക്കാൾ അതീവ ഗൗരവമായ വിശേഷത്തിലേക്ക് വിവാദം വളർന്നു വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് പ്രോപ്പർ ചാനലിന്റെ അസംബ്ലിയിലേക്ക് എത്തുന്നതിന് മുൻപ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അവർ പറയണം. ഏതായാലും RBI ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ പത്രത്തിൽ പറഞ്ഞിട്ടില്ല. RBIക്കെതിരായിട്ട് CAG, കാരണം ഞാൻ മുഴുവൻ റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ നിന്നിട്ടില്ല. എൻ്റെ പ്രശ്നം സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്യാതെയാണ് ഇത്തരം ഒരു റിപ്പോർട്ട് 4 പേജ് എഴുതിയത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാത്തതുകൊണ്ട് ഈ 4 പേജ് എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ ആത്മാർത്ഥം വിശ്വസിച്ചെന്ന് ഇത് കരടാണെന്ന്. അല്ലെങ്കിൽ ഞാൻ തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അല്പം മുമ്പ് ന്യൂസ് 18 പ്രതിനിധി സയ്യിദിനോട് ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടാനുള്ള അവകാശമോ അധികാരമോ EDക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. സർക്കാരിന് ഭയപ്പെടേണ്ട കാര്യം ഇല്ല, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് സൃഷ്ടിക്കുന്ന ഭരണസ്തംഭനമുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ, മറ്റുള്ള ജനങ്ങൾക്കിടയിൽ, വായ്പ തരുന്നവരുടെ ഇടയിൽ ഇല്ലേ? ഇതേ കൊണ്ട് ഡെമോക്രസിന്റെ വാള് പോലെ കിടക്കുമ്പോൾ ഇത് വായ്പ എടുക്കുക. ഈ ഫലത്തിൽ ഈ പരിപാടിയെ സ്തംഭിപ്പിക്കാനുള്ള വിവാദവും നീക്കവുമാണ് ഇവരൊക്കെ നടത്തുന്നത്, പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അനുമതി നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് കത്ത് പുറത്തിട്ടുള്ളത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് അനുമതി നൽകിയിട്ടുള്ള ഡോക്യുമെന്റ് എന്തെങ്കിലും NOC നൽകാം.
ഇതെടുക്കുന്നതിന് ഞങ്ങൾക്കൊരു ഒബ്ജക്ഷനും ഇല്ല. അതല്ലാതെ വേറെ എന്ത് അനുമതിയാണ് RBI നൽകേണ്ടത്? ഇതിനെ RBI ഉണ്ടാക്കിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്, ഫോമുണ്ട്, അതിൽ പൂരിപ്പിച്ചു കൊടുക്കണം. അതിനോടൊപ്പം അനുബന്ധ രേഖകൾ നൽകും. RBI അതിൻ്റെ അടിസ്ഥാനത്തിൽ RBIക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് എഴുതി തരുന്നു, നിങ്ങൾക്ക് വായ്പ എടുക്കാം. അതിനപ്പുറം എന്ത് അനുമതിയാണ് വേണ്ടത്? ആർക്കാണ് അങ്ങനെ അതിനപ്പുറമുള്ള അനുമതി കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾ പറയണത് അത്രയേ ഉള്ളൂ, ഇത് മതി. ബാക്കിയുള്ളതിനൊന്നും അപ്രൂവൽ അല്ല എന്ന് പറയുന്നുണ്ട്. എന്തിനാ? ഇതാണ് റേറ്റിംഗ് വേണം, അത് RBI നോക്കുന്നതല്ല. ഇതിന് വേറെ ഒരുപാട് നടപടിക്രമങ്ങൾ കാര്യങ്ങളുണ്ട്, അതൊന്നും RBI ഗ്യാരണ്ടി ചെയ്യുന്നു. അതൊക്കെ വായ്പ തരുന്ന ആളുകൾ നോക്കിക്കോണം, അതൊക്കെ ചെയ്തിട്ടുണ്ടോ. നിയമപരമായിട്ട് ഇതിന് അനുമതിയുണ്ട്. അതേസമയം കിഫ്ബിയുടെ റേറ്റിംഗ്, അതിന് ഓരോ സ്ഥലത്തും നടത്തേണ്ട പാലിക്കേണ്ട ചട്ടങ്ങൾ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അല്ല സിംഗപ്പൂരിലെ ചട്ടം, ആ ചട്ടമൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് വായ്പ തരുന്നവർ നോക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിസ്ക്ലെയിമർ അല്ല, ഞങ്ങൾ അനുമതി നൽകി, നാളെ RBIനെ സ്വീ ചെയ്യാൻ ആരും വരരുത്, ഞങ്ങൾക്കതിന് ബാധ്യതയില്ല. ഇന്ന നിയമപ്രകാരം ഒക്കെ വായ്പ എടുക്കാം, ആ NOC നൽകുള്ളൂ. അതിനപ്പുറം എന്ത് അനുമതിയാണ് വേണ്ടതെന്ന് പറ. അതേ കാര്യം തന്നെയല്ലേ ഇപ്പോൾ ED ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ CAG റിപ്പോർട്ട് അവരുടെ കയ്യിൽ കിട്ടിയെന്നുള്ളത് എന്നിപ്പോൾ ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങളുടെ മാധ്യമങ്ങളിൽ വരുന്നത് പോലെ RBIയിൽ എന്തെങ്കിലും പെശകുണ്ട് എന്ന് CAG ചൂണ്ടിക്കാണിച്ചതായി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ചർച്ചയിൽ. ബാക്കി CAG പിന്നെ വേണമെങ്കിൽ അതൊക്കെ നിയമസഭയിൽ പറയാം, അല്ലെങ്കിൽ കൊടുക്കാം, എഴുതി കൊടുക്കാം, വിചാരിച്ചിരിക്കുന്നതാണ്. സർക്കാർ മറുപടിയും ഇതിന് കൊടുക്കുമല്ലോ, അപ്പോൾ കൊടുക്കാം. അപ്പോൾ ഈ 4 പേജിൽ ഒരുപാട് വാദങ്ങളുണ്ട്, അതിലൊക്കെ ഒന്ന് നമ്മൾ കടത്തി ആ മെറിറ്റിലേക്കൊന്നും അതിൽ കടന്നിട്ടില്ല. അവിടെയാണ് ഒരു പ്രശ്നം. അതായത് സാറ് കണ്ട CAG റിപ്പോർട്ടിൽ ഈ പറയുന്ന വിദേശത്ത് നിന്ന് RBIയുടെ അനുമതി പ്രശ്നങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല. പക്ഷേ ED ഇപ്പോൾ എടുത്തിരിക്കുന്നത് അനുമതി ഇല്ലാതെ വിദേശ വായ്പ എടുത്തു എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഇത് അന്വേഷണത്തിന് ഏർപ്പെടുന്നത്. അപ്പോൾ ഈ EDയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ? അതാണ് ഞാൻ EDയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ? CAG നൽകിയത് പ്രതിപക്ഷ ആണെന്ന് UDF ആണ് നൽകിയത് എന്ന് അറിയുമ്പോൾ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ കളിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇപ്പോ നമ്മുടെ CAG റിപ്പോർട്ട് അങ്ങനെ നിയമസഭയെ വെക്കുന്നതിന് മുമ്പ് പൊതു ചർച്ചയാക്കുന്നത് അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. ഫൈനൽ റിപ്പോർട്ടാണെങ്കിൽ ഒരിക്കലും പാടില്ല. സ്പീക്കറുടെ റൂളിങ്ങുമുണ്ട്. എന്നാൽ വളരെ അസാധാരണമായൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായിരുന്നു. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനൊക്കെ എത്തുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പദ്ധതികളാകെ സ്തംഭനത്തിലേക്ക് എത്തും. അപ്പോൾ അത് കണ്ടുകൊണ്ട് 2 കാര്യങ്ങളെ പൊതുമണ്ഡലത്തിൽ പറഞ്ഞത്. ഒന്ന്, ഇത് കരട് റിപ്പോർട്ടാണ്, അതുകൊണ്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ പറയും. പിന്നെ അത് കരട് റിപ്പോർട്ടിൽ നിന്നിപ്പോൾ സർക്കാർ കാണാത്ത റിപ്പോർട്ടാണ് എന്ന നിഗമനത്തിൽ. 2, വായ്പ എടുക്കാനേ പാടില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇതേ പറഞ്ഞിട്ട് ബാക്കി ഒരുപാട് വാദങ്ങളുണ്ട് 4 പേജ്. ഇത് മാത്രമല്ല 4 പേജ് ഇത് വെച്ച് എഴുതാൻ പറ്റില്ലല്ലോ, അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പം മാധ്യമങ്ങളിൽ വരുന്നത് ഞാൻ പറയാത്തതോ ആയിട്ടുള്ള ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി ED അന്വേഷണം നടത്തുന്നു എന്നുള്ളത്. അപ്പോൾ EDക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യം ഞാൻ പരസ്യമായിട്ട് ചോദിക്കുക. അതെ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാരുമായി ചർച്ച ചെയ്യാതെ ഇങ്ങനെ റിപ്പോർട്ട് ഏകപക്ഷീയമായി തയ്യാറാക്കി നിയമസഭയിൽ വെക്കൂ എന്ന് പറയുന്നത് ശരിയാണ്, ആണൊരു കാര്യം. 2, കോടതിയിൽ കേസുണ്ട്. അത് നിയമസഭയിൽ എന്ത് വന്നാലും കോടതിയിൽ. തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിയമവിരുദ്ധമാണ് ഇപ്പോൾ EDയുടെ നീക്കമെന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. സർക്കാരിന്
അനുമതിയുണ്ട് RBIയുടെ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com കാണുക.